ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ ക്യാപ്ഷൻ പോലെ തന്നെ ഞാനും എൻ്റെ മുടിയാട്ടവുമാണ് ടോപ്പിക്. കൂടുതൽ വലിച്ചു നീട്ടലുകളൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, കോണ്ടൻസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തൊന്നും നടക്കുന്നില്ല. പക്ഷേ വിവാദങ്ങളും സൈബർ ബുള്ളിയും ഹെയ്റ്റ് കമൻസും സൈഡിൽ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കിട്ടും. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എൻ്റെ മുടിയാട്ടം ആൻഡ് അതിൻ്റെ താഴെയുള്ള കമൻസിൽ എന്നെ ഒരു കട്ട ഡ്രഗ് വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഐ കം ഡയറക്ട്ലി ടു ദ പോയിന്റ്. ഈ കഴിഞ്ഞ ഫ്യൂ ഡേയ്സ് ബാക്ക് ശ്രീലക്ഷ്മി സിൽക്സിൻ്റെ 50th ഇയർ സെലിബ്രേഷനായിട്ട് നമ്മൾ ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോസ് നമ്മളെടുത്തതല്ല, മീഡിയക്കാരെടുത്ത വീഡിയോസ് ഭയങ്കരമായിട്ട് പബ്ലിസൈസ് ആവുകയും അതിൻ്റെ താഴെയുള്ള കമൻസിനും ആണ് അതൊക്കെ കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഹെഡ് ബാങ് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട്, അതാണ് ഈ മുടിയാട്ടം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ആ ഒരു സംഭവത്തിന് ഐ ഗോട്ട് ബ്രൂട്ടൽ വിമർശനം. അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളല്ല, എസ്പെഷ്യലി ഞാനും ചേച്ചി കുറച്ചുകൂടെ കൂടുതൽ എന്ത് ചെയ്താലും ഇപ്പോൾ ഞാനിപ്പോൾ വഴിക്കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ഒരാൾ നോക്കി ചിരിച്ചാലും അതിൻ്റെ താരം എന്തൊരു ചാടയാന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ശീലമായി. പക്ഷെ എല്ലാ കാര്യങ്ങളും എന്ത് കേട്ടാലും ഇങ്ങനെ മിണ്ടാണ്ട് ഇരിക്കുന്നതിനേക്കാളും ഇതിന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ടെന്നുള്ളത് പറയാൻ എനിക്ക് ഇതുണ്ടായിരുന്നു. അപ്പം കമൻറ്റ് സെക്ഷൻ ഞാൻ ഓൾ ടുഗെദർ ഇങ്ങനെ ഇരുന്ന് വായിക്കുകയും ഫേസ്ബുക്കിലൊക്കെ അപരാധത്തിൻ്റെ അയ്യരുകളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആക്ച്വൽ സൈഡ് ഓഫ് ദ ഫാക്ട് പറയാമെന്ന് വെച്ചു. ബേസിക്കലി അത് മുടിയാട്ടം അല്ല, കുറച്ച് പേർക്കെങ്കിലും അറിയാം, ദറ്റ്സ് കോൾഡ് ഹെഡ് ബാങ്ങിങ്. ആൻഡ് ഒരുപാട് കമൻസ് ഉണ്ട്, ലൈക്ക് എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ MDMA വെറുതെ വഴി കൂടെ പോകുന്ന എൻ്റെ തലയിൽ അതും കൂടി അടിച്ച് വെക്കേണ്ട, ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്, അതിൻ്റെ കൂടെ ഇനി എന്നെ ഒരു ഡ്രഗിങ് കൂടെ ആക്കരുത്. ബാക്കി കമൻസിലെ ഇഷ്ടപ്പെടും. എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്ത ചില കമൻസിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പം ഇത് ഒന്ന്, അത് പിന്നെ പേ പിടിച്ച പോലെ ഉണ്ട്, പിന്നെ എന്താണ് ബോറ്, അതൊക്കെ സ്ഥിരമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ. ആൻഡ് ചില ആൾക്കാർ എന്നെ ഹെഡ് ബാങ്ങിങ്ങിനെ പറ്റി പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ബേസിക്കലി ഹെഡ് ബാങ് എന്ന് പറയുന്നത് നമ്മുടെ റോക്ക് കൾച്ചർ, മെറ്റൽ കൾച്ചറിൽ ഒരുപാട് 1960s ഒക്കെ മുതലുള്ള ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ലെഡ് സെപ്ലിൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഷോയിൻ്റെ ഫ്രണ്ട് ലെയറിലുള്ള ആൾക്കാർ സ്പീക്കറിനോട് വളരെ അടുത്ത് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ ലൈക്ക് ഇങ്ങനെ അതിൻ്റെ താളത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പം മുടി കുറച്ചുള്ള ആൾ ഹെഡ് ബാങ് ചെയ്യാന്ന് പോലും ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കില്ല. മുടി ഇത്രയുള്ള ആളാണെങ്കിൽ ഓക്കെ, അതൊരു കറക്റ്റ് ഹെഡ് ബാങ് പോലെ ഇരിക്കും. പക്ഷെ എൻ്റെ അത്രയും മുടിയുള്ള ഒരാൾ ഹെഡ് ബാങ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആൻഡ് ഓൾസോ ഹെഡ് ബാങ്ങിങ്ങിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ഹെഡ് ബാങ്ങിങ് ഉണ്ട്. ഈ ഒരു മോഷൻ ഹെഡ് ബാങ്ങിങ് ആണ്, ഇത് ഹെഡ് ബാങ്ങിങ് ആണ്, ഈവൻ ദ ഹോൾ ബോഡി ട്വേർലിംഗ് കൈൻഡ് ഓഫ് ഹെഡ് ബാങ്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. റൊട്ടേഷൻ ഇസ് ഹെഡ് ബാങ്. അപ്പം നമ്മൾ നമുക്കൊരു എനിക്കറിയാത്തൊരു കാര്യം ഞാൻ കാണുമ്പം അതിന് ഞാനങ്ങനെ അടച്ച് അപരാധിക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനിത് ചെയ്യുന്നത് ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയ സീനല്ല. എനിക്ക് തോന്നുന്നു അമൃതംഗമ ഇപ്പോൾ 10 years കംപ്ലീറ്റ് ആയതിൻ്റെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടമല്ല നമ്മളെന്നുള്ളത് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ എന്നാലും വി ഹാഡ് എ ജേർണി. ഞങ്ങൾക്ക് വളരെ ഞങ്ങളുടെ ഫാമിലി ഇൻവോൾവ് ആയിട്ടും ഒരുപാട് മ്യൂസിഷ്യൻസ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു ജേർണി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് വിത്ത് ഗോഡ്സ് ഗ്രേസ് ഇതുവരെ ദൈവസഹായത്തിലോടുകൂടെ ഇതുവരെയും ഞങ്ങളുടെ ഷോസിനൊന്നും അങ്ങനെ നേരിട്ട് വീഡിയോസ് കാണുമ്പോൾ ചീത്ത വിളിക്കുന്നതൊക്കെ ഇറ്റ്സ് എ നാച്ചുറൽ തിങ്. പക്ഷേ ആ ഷോസ് ഹാസ് ബീൻ ഗുഡ്. അതുകൊണ്ടാണ് എനിക്കൊരു 10 years നമ്മുടെ ഇത്രയും പാട്രിയാർക്കലായിട്ടുള്ള ഇത്രയും മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ബാൻഡായി ഇത്രയും കാലം സർവൈവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്കൊരു വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഹെഡ് ബാങ്ങിങ്. പക്ഷെ 10 years ബാക്കോട്ട് പോകുമ്പം 10 വർഷം മുമ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിരുന്നില്ല. നമ്മൾ ഓരോരോ ക്യാപ്ഷൻസ് ഇട്ട് ഞാൻ കണ്ടായിരുന്നു, എന്താണ് ഏത് ഇംപ്രൂട്ടനോ അങ്ങനെ ഏതോ ഒരു ചാനലുകാർ മറ്റേ ഷോക്ക് അടിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ട്രോൾ ഇട്ടിരിക്കുന്നത്. അപ്പം ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ദാറ്റ് ഇസ് ഫൺ ഇസ് ഫൺ. പക്ഷെ അങ്ങനെ നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വരുന്ന ഹേറ്റ് കമൻസ് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട്. വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഇറ്റ് ഹേർട്സ് ഷിറ്റ് ഔട്ട് മീ. നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പം അത് ഏത് ആർട്ട് ഫോമോ ആയിക്കോട്ടെ കേട്ടോ, ലൈക്ക് ഒരാൾ ബുക്ക് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ, ഒരു പാട്ട് പാടുകയാണെങ്കിൽ, നമുക്ക് എല്ലാ സിംഗേഴ്സിനെയും ഒരു ലെജൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ ആൾക്കാർക്കും അവരുടേതായ ശൈലിയുണ്ട്, അവരുടേതായ സ്റ്റൈൽസ് ഉണ്ട്, അവരുടേതായ സിംഗിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പം അതിനകത്ത് 100ൽ നിൽക്കുന്ന ഒരുപാട് ലെജൻസ് ഉണ്ട്. അവരുടെയൊക്കെ വർക്കിന് നമ്മൾ ആർക്കൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ
നമ്മൾ ഈ പിച്ച വെച്ച് വരുന്ന ആൾക്കാർ അവരായിട്ട് കമ്പയർ ചെയ്ത് അവർക്ക് അങ്ങനെ പാടാൻ പറ്റുന്നില്ലേ, നിങ്ങളൊക്കെ കാണിക്കുന്ന പഴയ കാലത്തെ ആൾക്കാരുടെ രീതികളും പഴയ കാലത്തെ സിംഗിങ്ങും പോലെ ഒന്നുമല്ല ഇപ്പം നമുക്ക് നമ്മൾ പാടുന്ന പാട്ടുകൾ അനുസരിച്ച് ഓഡിയൻസിൻ്റെ ഒരു എനർജിയും വൈബും അനുസരിച്ച് നമുക്ക് പല രീതിയിലും പെർഫോം ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങളുടെ ഷോസ് ഒരിക്കലും എന്താ പറയുക ദാസേൻ്റെ പോലെയോ ചിത്ര ചേച്ചിയുടെ പോലെയോ സുജാത ചേച്ചിയുടെ പോലെയോ സുജാത മാമിൻ്റെ പോലെയോ ഒന്നും ആക്കാൻ പറ്റില്ല. ബിക്കോസ് അതിനുള്ളൊരു ഞങ്ങളുടെ ഷോ കാണാൻ വരുന്നത് ഇങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കാൻ വരുന്ന ആൾക്കാരല്ല. ഞങ്ങളുടെ ഷോ കാണാൻ വരുന്നത് മോസ്റ്റ്ലി യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഡാൻസ് ചെയ്യണം, അവർക്ക് കൂടെ പാടണം. ഇപ്പം ഞങ്ങളെ ഒരു ക്ലയൻറ്റ് ഒരു ഷോയിന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നത് മാക്സിമം അവരെ ഇൻവോൾവ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ. അപ്പം ഞങ്ങളുടെ ബാൻഡിൻ്റെ ഒരു USP അത് തന്നെ. ഞാൻ വേറെ ഇതിൻ്റെ താഴെയല്ല, വേറെ കുറച്ച് ഇതിൻ്റെ താഴെ ഇവർ പകുതി സംസാരമാണ്. ഞങ്ങളുടെ 2 മണിക്കൂറിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും പ്രോഗ്രാമിന് വിളിക്കില്ല. ആ 2 മണിക്കൂറിൽ ഒരു മേ ബി ഒരു 15-20 മിനിറ്റ്സ് സംസാരിക്കും, അതിൻ്റെ കൂടെ പാടും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരും ഇൻഡിവിജ്വൽസ് ആണെങ്കിലും ചാനൽസ് ആണെന്നുണ്ടെങ്കിലും അവരിടുന്ന പോർഷൻസിൽ കൂടുതൽ ഇതായിരിക്കും. കാരണം അവരുടെ കണ്ടന്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമല്ലോ, അതായത് ശ്രദ്ധിക്കാൻ പറ്റുന്നു. ഇപ്പം ഞങ്ങൾ വെറുതെ നിന്ന് പാടുന്നേക്കാൾ കൂടുതൽ അവർക്ക് റീച്ച് കിട്ടാൻ ഞങ്ങൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അവർക്ക് ഗുഡായിട്ട് വർക്ക് ചെയ്യുക. ഒരു ആൽഗോരിതം വൈസ്, അതിൻ്റെ ഒരു ട്രാക്ഷൻ വൈസ് അതായിരിക്കും അവർക്ക് വർക്ക് ചെയ്യുക. അപ്പം അത് കാരണം അവർ ചൂസ് ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസ് ഇത് ചെയ്യാനായിരിക്കും. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 1.5 hours 2 hours ഷോവിനകത്ത് വളരെ കുറച്ച് സമയങ്ങൾ സംസാരിക്കുന്നത് തന്നെ ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഒരു മിക്കപ്പോഴും ഉള്ള ഒരു എന്താ പറയുക പറയുന്നൊരു കാര്യമാണ്. അവരുടെ റിക്വസ്റ്റ് പോലെ വരാറുള്ളൊരു കാര്യമാണ്. നമ്മൾ പല ഏജിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഇൻവോൾവ് ചെയ്തുകൊണ്ട് സംസാരിക്കും. അപ്പം നമ്മൾ വെറുതെ അവിടെ നിന്ന് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്ന ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കൂടെ ബാക്കിലുള്ള ആൾക്കാർ പോവാതിരിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കേണ്ടയും ഇൻട്രാക്ട് ചെയ്ത് പെർഫോം ചെയ്യേണ്ടതൊക്കെ വരാറുണ്ട്. പിന്നെ യു ഗൈസ് നോ, നമ്മൾ മറ്റേ കേരളത്തിൻ്റെ ഫേവററ്റ്സ് ആയിട്ടുള്ള ആൾക്കാരേ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ കഷ്ടപ്പെട്ടായിരിക്കും പാടുന്നത്. നമ്മൾ വരുമ്പോഴത്തേക്കും ഇപ്പം ന്യൂ ജനറേഷനിലുള്ള ഒരുപാട് മ്യൂസിക് ആർട്ടിസ്റ്റ് അവരുടേതായ ജോണേഴ്സിലും അവരുടേതായ ലൈക്ക് ലെജൻഡറി, അമേസിംഗ്ലി ഗുഡ്. പക്ഷെ അവർക്ക് കിട്ടുന്ന പോലത്തെ ഒരു ആക്സെപ്റ്റൻസ് ഒന്നും അല്ല. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിവോൾവ് ആയിട്ട് പലരും ഞങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ കാണിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് കാലത്തെ ബാക്ക്ലോഗും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു ഷോ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ വി 2 women giving our fullest. You don't know the strain behind a performance where 2 പെണ്ണുങ്ങൾ മാത്രം ഒരു എൻറ്റയർ ഷോ നിന്ന് പാടുക എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള സ്ട്രെയിൻ ഇസ് ഹ്യൂജ്. ആൻഡ് കമ്മിങ് ബാക്ക് ടു മൈ ഹെഡ് ബാങ്ങിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഈ 10 years ആയിട്ട് എൻ്റെ എല്ലാ ഷോസിലും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ മുടിക്ക് നീട്ടുള്ളതുകൊണ്ട് അത് കാണുന്ന ആൾക്കാർക്ക് അരോചകമായിട്ടും തോന്നാം, മുടിയാട്ടമായിട്ടും തോന്നാം. പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മ്യൂസിക്കിൻ്റെ ഒരു കൾച്ചർ എവല്യൂഷൻ്റെ പാർട്ടാണ്. ആൻഡ് നമ്മൾ അതിന് MDMA അടിക്കേണ്ട ആവശ്യമില്ല. അത് ആ ഒരു സാധനം എനിക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടാവും ഉണ്ട്. നിങ്ങൾ അതായിരിക്കും കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ സ്റ്റോറീസ് ആയിരിക്കും കേട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ കുറച്ച് മ്യൂസിഷ്യൻസിൻ്റെ എങ്കിലും ഷോസൊക്കെ പോയി കണ്ടിട്ടുണ്ട്, പുറത്ത് പോയി കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുന്നത്. അത് അനുകരിക്കുകയല്ല. നമ്മൾ ആ ഒരു അനുകരണം എന്ന് 10 വർഷം മുമ്പൊന്നും ഞാൻ അങ്ങനെ പുറത്തൊന്നും പോയി ആരുടെയും പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല. ഐ വാസ് റിയലി യങ് ബാക്ക് ദെൻ. ആൻഡ് നമ്മൾ ഈ ഇതിൻ്റെ ഒരു താളമുണ്ട്. ആ താളം ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയേഴ്സിൽ മ്യൂസിക് ഉണ്ടാവും, സൈഡ് ഫിൽസിൽ മ്യൂസിക് ഉണ്ടാവും, ഫ്രണ്ട് മോണിറ്റേഴ്സിൽ മ്യൂസിക് ഉണ്ടാവും. അപ്പം നമുക്കൊരു ഹരം കിട്ടും. ആ ഹരത്തിലാണ് നമ്മൾ ഈ ആടുന്നത്. എൻ്റെ ആട്ടമാണ് നിങ്ങൾ മുടിയാട്ടമായിട്ടും ഒക്കെ ഞാൻ പറഞ്ഞത്. പക്ഷെ ദാറ്റ് ആക്ച്വലി ഈസ് ഹെഡ് ബാങ്. ആൻഡ് ഹെഡ് ബാങ്ങിനെ പറ്റി അറിയുന്ന ചില ആൾക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ കമൻറ്റ്, ചിലവരെന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കി. ബട്ട് ഐ ടേക്ക് ഓൾ ദി പോസിറ്റീവ്, ഓൾ ദി കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ്. പക്ഷേ ഹെഡ് ബാങ് ആക്ച്വലി ഒരൊറ്റ രീതി മാത്രമല്ല. ഐ തിങ്ക് യു ക്യാൻ ഗൂഗിൾ അബൌട്ട് ഇറ്റ്, യു ക്യാൻ മേ ബി ആസ്ക് യുവർ GPT അബൌട്ട് ഇറ്റ്. പല ടൈപ്സ് ഓഫ് ഹെഡ് ബാങ്സ് ഉണ്ട്. അപ്പം ഞാനിതിനെപ്പറ്റി സംസാരിക്കുമ്പം ഞാനൊരു ബ്ലണ്ടർ പറയരുതല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് പഠിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ വൺ സ്റ്റൈൽ ഓഫ് ഹെഡ് ബാങ്ങിങ്. അപ്പം അതങ്ങനെ ഇരുന്നോട്ടെ. അത് ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടേണ്ട. സ്പെഷ്യലി പഴയ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ, അതും നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത് ഏറ്റുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് കംപ്ലീറ്റ്ലി മനസ്സിലാകും. ഫേസ്ബുക്കിലുള്ള അപരാധം ഇസ് അൺബെയറബിൾ. ബിക്കോസ് അമ്മയുടെ, അച്ഛൻ്റെയും, അപ്പൂപ്പൻ്റെയും, അമ്മൂമ്മയുടെയും, മുത്തശ്ശൻ്റെയും ഒക്കെ പ്രായമുള്ള ആൾക്കാരാണ് ആട്ടുന്നത്. പിന്നെ നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്ക് അവർക്കുണ്ട് ഈ പറയുന്ന സാധനം മഹാബോറാണ്, ഇത് എന്താണിത്, പേക്കൂത്താണ്, ഇതാണ്. പക്ഷേ നമ്മുടെ ഓരോ ആൾക്കാരുടെ ഷോ, ഇപ്പം നമ്മൾ വേടൻ്റെ ഷോന് വേടൻ്റെ ആ റാപ്പ് മ്യൂസിക് കേൾക്കാനാണ് എല്ലാവരും പോകുന്നത്. മണിച്ചേട്ടനോട് തോന്നുന്ന ടൈപ്പ് ഒരു ഇഷ്ടമാണ് വേടനോട് തോന്നുന്നത്. ടാപ്സിലെ ഷോസിന് പോകുമ്പോൾ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലിന്. അപ്പം ഞങ്ങളുടെ ഷോസിന്
ഞങ്ങളെ വിളിക്കുന്ന ക്ലയൻസ് ഈ പറഞ്ഞൊരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരുപാട് സംസാരിച്ച് എല്ലാവരെയും പാടിപ്പിച്ച് എല്ലാവരെയും കൂടെ ഡാൻസ് ചെയ്യിപ്പിച്ച് ചെയ്യാനുള്ള ഒരു ഷോ എക്സ്പെക്ട് ചെയ്താണ് ചെയ്യണം. അപ്പം നമുക്ക് ആ രീതിയിൽ കേറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഞങ്ങളുടെ ഒരു ഷോന് വിളിച്ചിട്ട് യൂത്ത് ക്രൗഡിൽ പോയി നിന്നിട്ട് നമുക്ക് പഴയ ലെജൻഡറി പാട്ടുകളായ ക്ലാസിക്സ് പോയി ഇപ്പം ദേവസഭാതലൊക്കെ ഞങ്ങളൊന്ന് പാടിയാൽ ചിലപ്പോൾ കൈയടിക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു 2 പാട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ബാക്ക് ലെയറിലുള്ള പയ്യെ ആൾക്കാർ പോകുന്ന കാണും. അത് ആ പാട്ട് മോശമായതുകൊണ്ട് ഒന്നുമല്ല, ഒരിക്കലും അല്ല. ബട്ട് ഞങ്ങളുടെ ഷോ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ ക്ലയൻസ് ഞങ്ങൾ അൺഹാപ്പിയോ നിങ്ങളുടെ അടുത്ത് ഇതാണ് പറഞ്ഞതെന്നുള്ളൊരു സീനിലേക്ക് ഒരിക്കലും വരാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയി പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇടയിൽ വേറെ കാര്യങ്ങൾ കയറി വന്നതാണ്. നമ്മൾ ഏതൊരു ആർട്ടിസ്റ്റും ലെവൽ 1-ലോ 10-ലോ 100-ലോ ഒക്കെ നിൽക്കുന്ന ഓരോ ടൈപ്പ് ആർട്ടിസ്റ്റുകളും അവരുടെ ഓരോ ക്രാഫ്റ്റ് നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബുക്കാണെങ്കിലും ഒരു വരയ്ക്കുന്നതാണെങ്കിലും ഒരു പാട്ടാണെങ്കിലും അതിൻ്റെ ഒരു അറ്റവും മുറിയൊക്കെ ആരെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ എടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുന്നതോ അതിനെപ്പറ്റി കാണുന്നതോ ഒക്കെ വെച്ച് നമ്മൾ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യരുത്. കാരണം ഇപ്പോൾ ഒരു ബുക്കിൻ്റെ ചിലപ്പോൾ ഒരു 100 പേജുള്ള ബുക്കിന് ചിലപ്പോൾ ഒരു 2 വരി ഒരു ഭയങ്കര പ്രൊളിഫിക് റൈറ്റിംഗ് ആയിട്ട് തോന്നാത്ത 2 വരി ഉണ്ടാവും. അത് എത്ര വലിയ റൈറ്റർ ആണെങ്കിലും ഉണ്ടാവും. പിന്നെ ഇത് എത്ര വലിയ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരുടെ ഫുൾ പീസ് ലെറ്റ്സ് സേ ഒരു മ്യൂസിക്കൽ പീസിൻ്റെ ഒരു കഷ്ണം ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് കേട്ട് അയ്യോ ഇതെന്തെങ്ങനെയെന്ന് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴും ഒക്കെയും നമ്മൾ പോലും നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരെ അപരാധിക്കുകയും അവരെ വേറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്പിരിറ്റാണ് അവിടെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പം എൻ്റെ കേസ് ഞാൻ പറഞ്ഞു ഞാൻ ഇത് വായിക്കും. കാരണം നമ്മളിതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യുന്നത് ആർട്ടിസ്റ്റുകൾ ആർട്ട് ചെയ്യുന്നത് കുറച്ച് പേരിലേക്ക് എത്താനും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക സെക്കൻഡറി. ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തും കാണിക്കുക നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം. ദിസ് ഇസ് നോട്ട് ദി ആംഗിൾ ഐ എം ട്രൈങ് ടു സേ. നമ്മളൊരു പെർഫോമൻസിൻ്റെ ഇച്ചിരി ആദ്യം ഇതൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ ഒരാളെ ഫുള്ള് മോശമാണ് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പം അങ്ങനെ വിമർശിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ പെയിൻ. ആൻഡ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ ഒരു ദിവസം അടുത്തൊരു ഷോയിന് പോകുമ്പോൾ അതെൻ്റെ സ്പിരിറ്റ് ഒരുപാട് ബ്രേക്ക് ചെയ്യും. ഞാൻ അടുത്ത വട്ടം ഐ വാസ് ടെല്ലിങ് മൈ സിസ്റ്റർ ഞാൻ അടുത്ത വട്ടം ഇനി ഹെഡ് ബാങ് ചെയ്യില്ല. കാരണം കേരളത്തിലെ ഹെഡ് ബാങ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിഷയം, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ വിഷയമാണെന്നുള്ള ഇതിലാണ്. പക്ഷെ ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാനുള്ള റീസണും അത് തന്നെയാണ്. ഇങ്ങനത്തെ കമൻസും ഇങ്ങനത്തെ ഹേറ്റ്രഡും കാരണം ഒരുപാട് ആൾക്കാരുടെ സ്പിരിറ്റ് നിങ്ങൾ തള്ളി തകർക്കുന്നുണ്ട്. നമുക്കൊരാൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം യു ക്യാൻ ഓൾവേസ് വാക്ക് അവേ ഫ്രം ദം. പക്ഷെ കുറച്ച് കമൻസ് ഇട്ട് നല്ല ചീത്തയും വിളിച്ച് അവിടെ കിടന്ന ഒരാളാകുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ബ്രോ ഓർ ഹൂഎവർ ഇറ്റ് ഇസ്. അതൊരു that doesn't make you a better person, bigger person. പിന്നെ ഈ വലിയ കഥകൾ പറയുന്നത് നമ്മൾ സൂപ്പറാണ് ഞാൻ ചെയ്യുന്ന കാര്യം സൂപ്പറാണെന്ന് വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നായിരിക്കുമല്ലോ ഇങ്ങനത്തെ കമൻസ് ഇങ്ങനെ കട്ടക്കിട്ട് അപരാധിക്കുന്നത്. അങ്ങനത്തെ സീൻസ് വരുമ്പോഴത്തേക്കും ആക്ച്വലി യെസ് മേ ബി എൻ്റെ പെർഫോമൻസ് മോശമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് അരോചകത്വമുള്ള ഷോക്കടിച്ച് MDMA അടിച്ച രീതിയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതിന് 4 ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെയായിട്ട് അപരാധിക്കുന്നത് അത് മാത്രം നല്ല സ്വഭാവമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എപ്പോഴും യു ഹാവ് എൻ ഓപ്ഷൻ ടു പേഴ്സണലി മെസ്സേജ് ദറ്റ് പേഴ്സൺ അഭിരാമി ദ സ്റ്റാർ ഇസ് നോട്ട് സ്യൂട്ടിങ് യു. അത് മാത്രം ഞാൻ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കി ഇത്രയും പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന പരിപാടിയൊക്കെ എനിക്കതൊക്കെ ഭയങ്കര ഒരു ഇൻസൾട്ടിങ് ആയിട്ടും എന്താ പറയുക ഒരു റാഗിങ് ലൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്നുള്ളൂ. അപ്പോൾ ആസ് എ കൺക്ലൂഷൻ ഇത്രയും പറയാനുള്ളൂ. നമ്മൾ ഏതൊരു ആർട്ട് ഫോം എസ്പെഷ്യലി ഒരു സൗണ്ടും ഒക്കെയുള്ള ഡാൻസോ പാട്ടോ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 1.5 മണിക്കൂറൊക്കെ നമ്മൾ സ്റ്റേജിൽ നിന്ന് പാടുമ്പം നമുക്ക് കിട്ടുന്ന ഒരു മൾട്ടിപ്പിൾ സൗണ്ട്സ്, പല ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകൾ, പല ഇൻസ്ട്രുമെൻസും ഓരോ ആർട്ടിസ്റ്റുകൾ നിന്ന് പ്ലേ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു നടുക്ക് നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്കത് MDMA അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒന്ന് ലിബറേറ്റിൻ്റെ മലയാളം അറിയില്ല, ബട്ട് ഇറ്റ്സ് മോർ ലൈക്ക് എക്സ്പ്രസിങ് യുവർ സെൽഫ്. ഭയങ്കരമായിട്ട് നമ്മൾ അതിനകത്ത് മുഴുകി പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും ഈ പറയുന്ന വേറെ കെമിക്കൽസിൻ്റെയോ കള്ളിൻ്റെയോ ഒന്നും ആവശ്യമില്ല. വി ജസ്റ്റ് വിൽ ലിബറേറ്റ്. ആൻഡ് എൻ്റെ ഒരു മോഡ് ഓഫ് എക്സ്പ്രസിങ് ഹെഡ് ബാങ്ങിങ് ആണ്, നിങ്ങൾ പറയുന്ന മുടിയാട്ടമാണ്. ആൻഡ് എനിക്കറിയില്ല അടുത്ത ഷോ മുതൽ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. 10 വർഷമായിട്ട് ഞാൻ ചെയ്തതിന് എന്നെ ഒരുപാട് പേര് ഹേർട്ട് ചെയ്ത് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് എനിമോർ. ബട്ട് ഞാൻ അത് പ്ലാൻ ചെയ്ത് ഈ പറഞ്ഞ പേക്കൂത്ത് കാണിച്ച് ഷോ കാണിച്ച് ജീവിക്കാൻ വേണ്ടി അതെൻ്റെ ഉള്ളിൽ എൻ്റെ ആർട്ട് എന്നെ ട്രിഗർ ചെയ്യുമ്പം ഞാൻ അതിൽ ലോസ്റ്റായി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത വട്ടം വിത്ത് ഗോഡ്സ് ഗ്രേസ് അത് പിന്നെയും വരണം, ഞാൻ പിന്നെയും ചെയ്യും. ബിക്കോസ് എൻ്റെ സ്പിരിറ്റ് എന്നെപ്പോലെ ഒരുപാട് പേര് അവരവരുടേതായ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ
നാട്ടുകാർ പറയുന്നതും വഴി കൂടെ പോകുന്നവർ പറഞ്ഞതും കേട്ട് അവരെ തന്നെ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ആരാണെങ്കിലും നിങ്ങൾക്ക് ആരെയും വെറുക്കാനും ഒക്കെയുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ആര് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു വേറൊരു വശം ഞാൻ പറയാം. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കരുത് എന്ന് പറയുന്നതിനൊക്കെ അതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ സംസാരിക്കുന്നതിലും ഒരു മാന്യതയൊക്കെ ഉണ്ടായാൽ നന്നായിരിക്കും. കാരണം ഇപ്പം ഞാൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഞാൻ വന്ന് മുടിയാട്ടം ചെയ്തത് മാന്യമല്ലാത്ത ഒരു മെസ്സേജും ആർക്കും കൊടുത്തുകൊണ്ടല്ല. പക്ഷെ നിങ്ങൾ അതിനെ വന്ന് വൃത്തികേടായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ അതൊരു മാന്യമല്ലാത്ത മെസ്സേജ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. ആൻഡ് ട്രൈ ടു സ്പ്രെഡ് ലവ്. ഫുള്ള് വെറുപ്പ് ഈ വന്ന് സ്പെഷ്യലി ഫേസ്ബുക്കിലൊക്കെ. ആൻഡ് എൻ്റെ ഏജിലൊക്കെയുള്ള പയ്യന്മാരുടെ ചില കമൻറ്റ്സ് കാണുമ്പം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബ്രോ. എന്ന് വെച്ചാൽ എൻ്റെ ഈ ഏജിലാണെങ്കിലും, ഞാൻ കുറെ കൂടെ ചെറുപ്പത്തിലാണെങ്കിലും, ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്ത് ആരെ അപരാധിക്കാനോ അല്ലെങ്കിൽ ഒരുത്തിനെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നല്ല ചീത്ത പറഞ്ഞ ആളാവാനൊന്നും ആയിരുന്നില്ല. അപ്പം എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാവില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ആളൊന്നും ഞാൻ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാനത് വേഴ്സ്റ്റ് കേസ് ഞാൻ ബ്ലോക്ക് ചെയ്യും. എനിക്ക് എവിടെയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും. പക്ഷെ എനിക്ക് മറ്റേ മൈൻഡ് സെറ്റ് മനസ്സിലാകുന്നില്ല. ആൻഡ് ഒരിക്കലും മനസ്സിലാക്കാൻ ആഗ്രഹം. എനിക്ക് എത്ര ഇഷ്ടമില്ലാത്ത, എനിക്ക് വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെ വെറുതെ വെറുപ്പുള്ള ആരുമില്ല. ബട്ട് പേഴ്സണൽ ലൈഫിലൊക്കെ വളരെ ചുരുക്കം ആൾക്കാരെ വെറുപ്പുള്ളൂ. എന്നാലും ഞാൻ അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളെ അല്ലാതെ എനിക്കത് മനസ്സിലാവുന്നില്ല. പണ്ടൊക്കെ ഞാൻ പാപ്പൻ്റെ കൂടെയുള്ള വ്ളോഗ് ചെയ്യുമ്പോഴും പലരും ആ ഒരു ആംഗിളും പറയുന്നത്, ഹലോ അത് നിങ്ങളുടെ മഞ്ഞപ്പിത്തുള്ള കണ്ണുകൾക്ക് മഞ്ഞായിട്ടെല്ലാം കാണും എന്നുള്ളതാണ്. ഇത് ഞാൻ എല്ലാവരെയും മോശമായിട്ട് സംസാരിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമെങ്കിൽ എനിക്ക് ഹേർട്ട് ചെയ്ത് എനിക്കും റിയാക്ട് ചെയ്യാം. അപ്പം വെറുതെ ഇങ്ങനെ ആൾക്കാരുടെ എല്ലാവരുടെ ഇടയിലൊന്നും ആൾ കളിക്കാൻ മറ്റുള്ളവരുടെ സ്പിരിറ്റിനെ നശിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ എന്താ പറയുക, അവർ ലൈക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ വിചാരിച്ചങ്ങ് വിട്ടുകളാണ്. അത് പറഞ്ഞ് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അങ്ങനെയാണ് അത് വിട്ടുകളെ. സ്കിപ്പ് ദ കോണ്ടന്റ്. അവിടെ അയാളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റ് ചെയ്ത് യു ഡോണ്ട് ബിക്കം എ ബെറ്റർ പേഴ്സൺ ദാൻ മീ ഫോർ ഷുവർ. അങ്ങനെ നോക്കുമ്പം ഞാൻ തന്നെ ആയിരിക്കും ആ ഒരു പിക്ചറിൽ, ഞാൻ നല്ല എന്നെ പോലുള്ള ഓരോ ആൾക്കാരായിരിക്കും ബെറ്റർ പേഴ്സൺ. ബിക്കോസ് അവരൊരു സ്റ്റേജിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പെർഫോമൻസ് ചെയ്യുമ്പോഴും നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അതാണ്. സോ ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ കണ്ടന്റ് ക്ഷാമം കൊണ്ടല്ലേ ഞാൻ ചെയ്തത്. കണ്ടന്റ് ക്ഷാമത്തിൻ്റെ എനിക്ക് നല്ല ആകെ മൊത്തം ഭയങ്കര 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 ഒരു വൃത്തിയായിട്ട് ഫേസിലാണ്. ഞാൻ അതിരപ്പള്ളിയിൽ അമ്മയുടെ ബർത്ത്ഡേക്കൊക്കെ പോയൊരു കണ്ടന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വൈകാതെ തന്നെ റിലീസ് ചെയ്യാം. ആൻഡ് എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ വന്ന് കൊട്ടിക്കളഞ്ഞാന്ന് മാത്രം വിചാരിച്ചാൽ മതി. എല്ലാവരോടും സ്നേഹം മാത്രം. മുടിയാട്ടമായിട്ട് പിന്നെ എനിക്ക് വരാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ്. ബൈ.